വിശദമായ വാർത്തകളിലേക്ക്. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി നൽകിയ അപ്പീൽ ഇന്ന് പരിഗണിക്കും. സ്കൂൾ അടച്ചുപൂട്ടുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്നും അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കുമെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജൂൺ 8-നകം സ്കൂൾ പൂട്ടണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. എന്നാൽ നാട്ടുകാരും രക്ഷാകർത്താക്കളും ശക്തമായ എതിർപ്പിലാണ്. സർക്കാരിന്റെ അപ്പീലിനെതിരെ സ്കൂൾ മാനേജ്മെന്റ് തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട്. രണ്ടായിരത്തി ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലക്കേസിൽ ഇന്ന് ശിക്ഷ പ്രഖ്യാപിക്കും. അഹമ്മദാബാദ് പ്രത്യേക കോടതിയാണ് ശിക്ഷ പ്രഖ്യാപിക്കുന്നത്. കേസിൽ 24 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം 36 പേരെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, 11 മണിയോടെ കോടതി വിധി പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 24 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കേസിന്റെ നാൾവഴികളും ഒപ്പം വിചാരണ സമയത്തെ നടപടികളും. മനു, 2002 ഗുജറാത്ത് കലാപം കേസ് പരിഗണിക്കുന്ന PB ദേശായി അധ്യക്ഷനായ അലഹബാദ് പ്രത്യേക കോടതിയാണ് ഇന്ന് ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിലെ ശിക്ഷാവിധി ന്യായം വായിക്കുന്നത്. നേരത്തെ 66 പ്രതികളുള്ള ഈ കേസിൽ 65 പേർ വിചാരണയ്ക്കിടെ മരിച്ചുപോയിരുന്നു. ബാക്കി 61 പേരിൽ 36ഓളം പേരെ വെറുതെ വിടുകയും ചെയ്തു. ബാക്കി 23 പേരാണ് കുറ്റക്കാരായി അന്ന് കോടതി നേരത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടെത്തിയത്. അതിൽ 11 പേർക്കാണ് നേരിട്ട് കൊലക്കുറ്റവുമായി ബന്ധമുള്ളതെന്നും കോടതി ശരിവെക്കുകയുണ്ട്. ബാക്കിയുള്ളവർക്ക് ഈ ആക്രമണത്തിൽ പങ്കുണ്ടതായി മാത്രമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്ക് കേസിൽ അപൂർവമായി കണ്ടെത്തി ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. പക്ഷെ ഇത്രയും പേരെ ഒന്നിച്ച് കോടതി അങ്ങനെ ഒരു ശിക്ഷാവിധി നൽകും എന്ന് പ്രതീക്ഷിക്കുക വയ്യ. എന്തായാലും ഈ ഏറ്റവും നിർണായകമായിരിക്കും ഇന്നത്തെ ഈ വിധിന്യായം. പ്രധാനമായും ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഏറ്റവും ആദ്യത്തെ നിർണായകമായ ഒരു വിധിന്യായം കൂടിയാണ് വായിക്കുന്നതിൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് 33 പേര് വെറുതെ വിട്ടതിൽ ഈ കേസിലെ മുഖ്യ ആസൂത്രകൻ എന്നറിയപ്പെടുന്ന BJP നേതാവിനെ കൂടി, പട്ടേലിനെ കൂടി വെറുതെ വിട്ടിട്ടുണ്ട്. ഈ വെറുതെ വിട്ടതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കും എന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ശിക്ഷാവിധി കൂടി കേട്ട ശേഷമായിരിക്കും അപ്പീൽ സമർപ്പിക്കുന്നതിനെ കുറിച്ച് അന്തിമ തീരുമാനം ഹർജിക്കാർ എടുക്കുക. സന്തോഷ്, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം കോടതി ഇത് പരിഗണിച്ചപ്പോൾ തന്നെ പ്രധാനമായും ഇതിന്റെ മുഖ്യ ആസൂത്രകനെ വെറുതെ വിട്ടതിനെതിരെ വലിയ പ്രതിഷേധം വ്യാപകമായി ഉയർന്നിരുന്നു. ഇതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് സാക്കിയ ജാഫ്രി അടക്കമുള്ളവർ പറയുകയുണ്ടായി. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ദൃക്സാക്ഷിയുടെ ഒരു മൊഴിയെ സംബന്ധിച്ചൊരു വാർത്താ ചാനൽ പുറത്തുവിട്ട വാർത്തയുണ്ടായിരുന്നു. അതായത് ഈ കോൺഗ്രസ് MP ആയിരുന്ന ജാഫ്രി അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദിയെ സഹായത്തിന് വിളിച്ചപ്പോൾ താങ്കൾ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടില്ലേ എന്നാണ് മുഖ്യമന്ത്രി തിരിച്ചു ചോദിച്ചതെന്ന് ദൃക്സാക്ഷി പറയുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യം ഒക്കെ നിൽക്കുമ്പോഴാണ് നിർണായകമായ വിധി വരാൻ പോകുന്നത്. മനു, ഈ കേസിൽ തന്നെ 33ഓളം പേരെ വെറുതെ വിട്ടപ്പോൾ തന്നെ ഈ സാക്ഷി മൊഴികളിലെ പ്രശ്നവും വിചാരണയ്ക്കിടെയുണ്ടായ നിയമപരമായ പ്രശ്നങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. കാരണം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഗുൽബർഗ് സൊസൈറ്റിയിലേക്ക് 2000ഓളം വരുന്ന വലിയൊരു ആൾക്കൂട്ടത്തെ നയിച്ചു കൊണ്ടുപോയതും ആക്രമണം നടത്തിയതുമൊക്കെ BJP നേതാവ് പട്ടേലായിരുന്നു. പക്ഷേ പട്ടേലിനെതിരെ സാക്ഷിമൊഴികൾ ആദ്യഘട്ടത്തിലൊക്കെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയെങ്കിലും പിന്നീട് ഈ സാക്ഷിമൊഴികൾ തന്നെ പലതും മാറ്റി പറയുകയുണ്ടായി. വൈരുദ്ധ്യം കോടതിയിൽ പലതവണ ഉണ്ടായി. അങ്ങനെ ചില തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാണിച്ചാണ് ഇവരെ വെറുതെ വിട്ടത്. ഇപ്പോൾ ഈ പറയുന്ന ഈ വാർത്താ ചാനൽ പുറത്തുവിടുന്നത് പോലുള്ള മൊഴികളൊക്കെ കോടതിക്ക് ആദ്യഘട്ടത്തിലൊക്കെ ചില സമയത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിനൊക്കെ ലഭിച്ചിരുന്നു. പക്ഷെ ഇതൊന്നും കോടതിയിൽ വളരെ കൃത്യമായോ അല്ലെങ്കിൽ ഉറപ്പിച്ചു നിൽക്കുന്ന സാക്ഷികളോ ഉണ്ടായില്ല. പറഞ്ഞതുപോലെ ഭീഷണി മൂലമായിരിക്കാം പലരും സാക്ഷിമൊഴിയിൽ നിന്ന് പിന്മാറുകയൊക്കെ ചെയ്തു. ഇതൊക്കെ പ്രതികൾക്ക് സംശയത്തിന്റെ ആനുകൂല്യം നൽകാനിടയായി. അങ്ങനെ പലരും രക്ഷപ്പെടാനിടയായി എന്നൊക്കെ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വിധിന്യായത്തിന്റെ ആദ്യ ഭാഗം വായിച്ചപ്പോൾ തന്നെ നിയമജ്ഞർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇനി ഇത് മേൽക്കോടതിയെ സമീപിച്ച്, അതായത് ഈ ജാഫ്രിയുടെ ഭാര്യ സാക്കിയ ജാഫ്രി ചൂണ്ടിക്കാണിച്ചത് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇത് വീണ്ടും വിചാരണ കൊണ്ടുവരിക എന്ന രീതിയിലേക്ക് നിയമപരമായ കാര്യങ്ങൾ നീക്കുക എന്ന് തന്നെയായിരിക്കും. എന്തായാലും അതാണ് നമ്മൾ ഇന്നത്തെ ശിക്ഷാവിധിക്ക് ശേഷം പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നീണ്ട 7 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് കേസ് എത്തിയത്. ഇനി വീണ്ടും ഇത് മേൽക്കോടതിയിലേക്ക് പോവുകയൊക്കെ ആണെങ്കിൽ ഈ ഒരു കേസിൽ, ഗുജറാത്ത് കൂട്ടക്കലാപ കേസിലെ ഈ ഗുൽബർഗ കൂട്ടക്കൊലയിൽ ഒരു ഇരകൾക്ക് നീതി ലഭിക്കുക എന്നത് ഇനിയും അകലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.
തീർച്ചയായും മനു. കാരണം ഈ സാക്കിയ ജാഫ്രി പ്രധാന ഹർജിക്കാരി അവർ തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ വെറുതെ വിട്ടതിനെതിരെ ഹർജി നൽകുമെന്നതാണ്. ഇന്നത്തെ ഈ ശിക്ഷാവിധി കൂടി അവർ നോക്കുമായിരിക്കും. കാരണം ഈ അവർ ആവശ്യപ്പെടുന്നത് പ്രകാരം വധശിക്ഷ തന്നെ പ്രതികൾക്ക് വിധിക്കണം എന്നതാണ്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ വധശിക്ഷ വിധിക്കാനുള്ള സാഹചര്യം വളരെ കുറവ്. അങ്ങനെയെങ്കിൽ വധശിക്ഷയും ജീവപര്യന്തവും ഒക്കെ ആയിരിക്കാം. ജീവപര്യന്തം അവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാനുള്ള സാധ്യതയും വളരെ കുറവ്. കാരണം വാദത്തിനിടെയൊക്കെ അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ പ്രതികളുടെ ക്രൂരമായ വധ രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ശിക്ഷയ്ക്ക് വിധിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. ഇങ്ങനെ ആ ശിക്ഷാവിധിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഹർജി മേൽക്കോടതിയെ സമീപിക്കും. അത് ഹൈക്കോടതിയാണ് സ്വാഭാവികമായി സമീപിക്കാനുള്ളത്, ഗുജറാത്ത് ഹൈക്കോടതി. ഹൈക്കോടതി ശരി സന്തോഷ് സർലിംഗാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗുൽബർഗ കൂട്ടക്കൊലക്കേസിൽ അല്പസമയത്തിനകം തന്നെ കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കും. മറ്റൊരു വാർത്തയിലേക്ക്. KPCCയിൽ ഉയർന്ന വിമർശനത്തെ തള്ളിപ്പറഞ്ഞ VM സുധീരൻ. നേതൃമാറ്റം ആരും ഉന്നയിച്ചിട്ടില്ലെന്നും VM സുധീരൻ. ഇത് സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകൾ തെറ്റിദ്ധാരണാജനകമാണെന്നും ആർക്കെതിരെയും വ്യക്തിപരമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും സുധീരൻ പറഞ്ഞു. അവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥ വിവരമല്ല പുറത്തു വന്നിട്ടുള്ളത്. വളരെ അതിശയോക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിശയോക്തിപരമായിട്ടുള്ള പല റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വരത്തക്ക രീതിയിൽ തെറ്റായി അവിടെ ഒരു ബ്രീഫിംഗ് കൊടുത്തു. ഏറ്റവും രസകരമായ കാര്യം, യോഗത്തിൽ പങ്കെടുക്കാത്തവർ തന്നെ, ചർച്ചയിൽ പങ്കെടുക്കാത്തവർ തന്നെ സംസാരിച്ചതായിട്ടും അവരുടെ വാർത്തകളും പോലും മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇതൊക്കെ സാങ്കല്പികമായ ചില കാര്യങ്ങളാണ്. നിങ്ങളോട് പറഞ്ഞ ആരും അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പറയാത്ത കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്കായി സുധീരൻ ഇന്ന് ദില്ലിയിലേക്ക് തിരിക്കും. ഒപ്പം തന്നെ വിവരങ്ങൾ നൽകാനായി MR സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, ഇന്നലെ പറഞ്ഞ കാര്യങ്ങളുടെ അതേ ആവർത്തനം തന്നെയാണ് സുധീരൻ ഇന്ന് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല, നേതൃമാറ്റം ആവശ്യപ്പെട്ടിട്ടില്ല, ഇതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാൻ തന്നെയാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇന്നലെയും അത് തന്നെയാണ് സംഭവിച്ചത്. സുധീരൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂടിവെക്കാൻ ശ്രമിക്കുന്നത്? കൂടുതൽ പൊട്ടിത്തെറികൾ പുറത്തേക്ക് അറിയിക്കേണ്ടാവുന്ന ഒരു ലക്ഷ്യത്തിലാണോ അദ്ദേഹം? മനു, VM സുധീരൻ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ഇന്നലെ വളരെ കൃത്യമായി തന്നെ സുധീരനെതിരെ ആലോചിച്ച് ഉറപ്പിച്ച് സുധീരനെതിരെ കടന്നാക്രമണം നടത്താനായിരുന്നു A ഗ്രൂപ്പിന്റെ തീരുമാനം. അത് വളരെ കൃത്യമായി തന്നെ യോഗത്തിനകത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. K ബാബുവും ശിവദാസ് നായരും ഇന്നലെ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം M ഹസനായിരുന്നു തുടക്കമിട്ടത്. പാർട്ടിയിലെ നേതൃമാറ്റം എന്ന ആവശ്യം കൃത്യമായി ഉയർത്തിക്കൊണ്ട് തന്നെ അകത്ത് ചർച്ചകൾ നടന്നിട്ടുള്ളത്. ഈ KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിന്റെ വിവരങ്ങൾ ദില്ലിയിൽ ധരിപ്പിക്കാനാണ് ഇന്ന് VM സുധീരൻ ദില്ലിക്ക് പോകുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി പോകും. വൈകിട്ട് തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സുധീരനെ കാണുന്നതിനുള്ള സമയം നൽകിയിട്ട് ഇന്ന് തന്നെ ഇരുവരെയും കാണും. അതിനുശേഷം നാളെയാണ് മടങ്ങുക. മനു. ശരി സജേഷ്. മലാപ്പറമ്പ് സ്കൂൾ പൂട്ടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കും. അധ്യയന വർഷം ആരംഭിച്ചിരിക്കെ സ്കൂൾ അടച്ചുപൂട്ടുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കുന്നതാണെന്നും അടിയന്തരമായി പരിഗണിക്കണമെന്നുമാണ് അപ്പീലിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. മനു ശങ്കരൻ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. മനു, വിദ്യാഭ്യാസം നേടാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തെ ഹനിക്കുന്നതാണ് ഹൈക്കോടതിയുടെ വിധിയെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പറയുന്നത്. അതേസമയം സാമ്പത്തികമായി തങ്ങൾക്ക് നഷ്ടമാണ് ഈ സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന വാദത്തിലാണ് തടസ്സ ഹർജിയുമായി മാനേജ്മെന്റ് നിൽക്കുന്നത്. വിവരങ്ങൾ. മനു, തീർച്ചയായിട്ടും അധ്യയന വർഷം തുടങ്ങിയിരിക്കെ ഇപ്പോൾ സ്കൂൾ അടച്ചുപൂട്ടുന്നത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തെ ഗണിക്കുന്നതാണെന്നും അത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ഇല്ലായ്മ ചെയ്യുന്നതാണെന്നുമാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി മുമ്പാകെ നൽകിയിരിക്കുന്ന അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഹൈക്കോടതി വിധിക്കെതിരെ, മലാപ്പറമ്പ് സ്കൂൾ പൂട്ടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയുള്ള ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ ഈ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇത് അടിയന്തരമായി പരിഗണിക്കാനാകില്ല എന്നായിരുന്നു സുപ്രീം കോടതി അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അവധിക്കാലത്തിന് ശേഷം കേസ് പരിഗണിക്കാമെന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. എന്നാൽ അധ്യയന വർഷം ആരംഭിച്ചു, എന്നിട്ടും വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നീ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ കോടതി മുമ്പാകെ അറിയിച്ച സാഹചര്യത്തിൽ രജിസ്ട്രാർ ഇടപെടുകയും തുടർന്ന് വീണ്ടും ഈ കേസ് പരിഗണിക്കുകയുമായിരുന്നു. നിലവിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഈ 8-ാം തീയതിയാണ് സ്കൂൾ അടച്ചുപൂട്ടേണ്ടത്. എന്നാൽ ഇക്കാര്യത്തിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷം അടിയന്തരമായി ഇടപെടണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ കേസിൽ ഹർജി സുപ്രീം കോടതി പരിഗണിക്കും. മനുവാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നാവായിക്കുളത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് തീപിടിച്ചു. ബ്ലീച്ചിംഗ് പൗഡറുമായി വന്ന ലോറിയാണ് കത്തി നശിച്ചത്. പെട്രോൾ പമ്പിന് സമീപത്ത് വച്ചാണ് അപകടമുണ്ടായത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് UDFന്റെ മദ്യനയത്തെ രമേശ് ചെന്നിത്തലയും തള്ളി പറഞ്ഞിരിക്കുന്നു. മദ്യനയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഒരു പ്രധാന കാരണമായെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി ജോഷില ചേരുന്നുണ്ട്. ജോഷില, ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, പ്രതിപക്ഷ നേതാവായി ചെന്നിത്തല ആദ്യം എത്തുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ പരാജയം അത് കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിന് UDFന് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് വിലയിരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നേതൃയോഗവും വിളിച്ചു ചേർത്തിരുന്നു രാവിലെ. അതിനുശേഷമാണ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിച്ചത്. മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു പ്രധാന കാര്യം, മദ്യനയത്തിൽ പാളിച്ച പറ്റിയിട്ടുണ്ട്. മദ്യനയത്തിൽ പാളിച്ച പറ്റിയതാണല്ലോ അണികൾക്കും നേതൃത്വത്തിനും പാളിച്ച പറ്റിയതാണല്ലോ UDFന്റെ പരാജയ കാരണം എന്നാണ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, കോൺഗ്രസ് KPCC നേതൃമാറ്റം ആരും ആവശ്യപ്പെട്ടിട്ടില്ല, യോഗത്തിൽ ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. KPCC പ്രസിഡന്റ് സ്ഥാനം മാറണമെന്ന് ചർച്ച വന്നു എന്നുള്ളത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കോൺഗ്രസിൽ ഒരു ഒറ്റക്കെട്ടായി കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ജോഷിലെയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മദ്യനയത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരിക്കുന്നു. മദ്യനയം, UDFന്റെ മദ്യനയം തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഒരു പ്രധാന കാരണമായെന്നും അദ്ദേഹം പറയുകയുണ്ടായി. റംസാൻ കാഴ്ചകൾ. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി ദൃശ്യമായതിനാൽ റമദാൻ വ്രതാരംഭത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് റംസാൻ ഒന്നായിരിക്കുമെന്ന് ഖാസിമാർ അറിയിച്ചു. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതത്തിനാണ് തുടക്കം കുറിക്കുക. മനസ്സും ശരീരവും വിശ്വാസികൾ അള്ളാഹുവിൽ സമർപ്പിച്ച് ഒരു മാസക്കാലം സുബഹി നമസ്കാരം മുതൽ മഗ്രിബ് നമസ്കാരം വരെ ഭക്ഷണം ഉപേക്ഷിക്കും. വ്രതാനുഷ്ഠാനങ്ങളുടെ നാളുകളിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും ഖുർആൻ പാരായണവും നടക്കും. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി ഉൾക്കൊണ്ട് വിശ്വാസികൾ ദാനധർമ്മങ്ങൾ നടത്തുന്ന പുണ്യമാസം കൂടിയാണ് റംസാൻ. അവസാന പത്തിലെ ലൈലത്തുൽ ഖദർ പുണ്യദിനമായാണ് കണക്കാക്കുന്നത്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ശവ്വാൽ മാസപ്പിറവിയുടെ വരവറിയിച്ച് മനത്ത് ചന്ദ്രക്കല തെളിയുന്നതോടെ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. അസ്തമയം വൈകിയതിനാൽ ദൈർഘ്യമേറിയ റംസാൻ ദിനങ്ങളാണ് ഇത്തവണ വിശ്വാസികളെ കാത്തിരിക്കുന്നത്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് നാടുകളിലും ഇന്ന് റംസാൻ വ്രതത്തിന് തുടക്കമാകും. ഒരു മാസം നീളുന്ന വ്രതകാലം വിശ്വാസികൾക്ക് ആത്മനിയന്ത്രണത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നാളുകളാണ്. ഇസ്ലാം മതവിശ്വാസികൾ ആഹ്ലാദത്തോടെയാണ് റംസാനെ വരവേറ്റത്. വിശ്വാസികൾക്ക് ഇനി ആത്മശുദ്ധീകരണത്തിന്റെ നാളുകൾ. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വിശ്വാസികൾ മനസ്സിനെയും ശരീരത്തെയും സ്ഫുടം ചെയ്തെടുക്കുന്നു. ആരാധനാ കർമ്മങ്ങൾ അധികരിപ്പിക്കുന്ന റംസാൻ അനുഗ്രഹങ്ങളുടെ മാസം കൂടിയാണ്. വിശുദ്ധ റമദാനിനെ സത്യവിശ്വാസികൾ കാണുന്നത് അവരുടെ മുൻകാല ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ പൊറുക്കുവാനും അവയെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസികമായി ശുദ്ധി എല്ലാ അർത്ഥത്തിലും കൈവരിക്കുവാനും കൂടിയാണ്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള മാസം. ഇസ്ലാമിക ചരിത്രത്തിലെ പല പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചത് റംസാൻ മാസമാണ്. മാനവരാശിക്കാകെ വെളിച്ചം പകർന്ന ഖുർആന്റെ അവതരണം ഈ മാസത്തിലായിരുന്നു. വിശ്വാസികൾക്ക് സ്രഷ്ടാവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരം കൂടിയാണ് റംസാൻ നൽകുന്നത്. ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം നേടാനുള്ള സമയം കൂടിയാണ് ഇത്. വ്രതശുദ്ധിയുടെ നാളുകൾ മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത സന്ദേശം കൂടിയാണ് വിളിച്ചോതുന്നത്. ടി ജമാലുദ്ദീൻ, ദുബായ്. BJP സംസ്ഥാന നേതാക്കൾ ഇന്ന് ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. തെരഞ്ഞെടുപ്പ് ഫലവും തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും വിശദീകരിക്കും. പാലക്കാട്, ചെങ്ങന്നൂർ മണ്ഡലങ്ങളിലെ പരാജയത്തെക്കുറിച്ച് സ്ഥാനാർത്ഥികൾ ഉന്നയിച്ച ആരോപണങ്ങളും ചർച്ചയാകും. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, MD രമേശ്, PK കൃഷ്ണദാസ് എന്നിവരാണ് അമിത്ഷായെ കാണുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ ഒരു മാസം നീണ്ടുനിന്ന മഴക്കാലപൂർവ്വ ശുചീകരണ ക്യാമ്പയിന് സമാപനമായി. ഏകദേശം 10 ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് തരംതിരിച്ച് ശേഖരിച്ചത്. അവശേഷിച്ച മാലിന്യത്തിൽ ഇനോകുലം ലായനി തളിച്ച് ജൈവവളമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ പൊതുമാർക്കറ്റുകളും ഓടകളും ശുചീകരിച്ച് ജനകീയ ക്യാമ്പയിനോടെയാണ് നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് സമാപനമായത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന മാലിന്യക്കൂനകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ചെടുക്കുകയും അവശേഷിച്ച ജൈവമാലിന്യത്തിൽ ഇനോകുലം ലായനി തളിച്ച് മാറ്റുകയും ചെയ്തു. ഒരു മാസം നീണ്ട പ്രയത്നത്തിൽ ഏകദേശം 10 ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ വേർതിരിച്ചതെന്ന് മേയർ VK പ്രശാന്ത് പറഞ്ഞു. പ്ലാസ്റ്റിക് ആണ് ഇതിന്റെ എല്ലാത്തിനെയും പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത്.
അപ്പോൾ ഈ കൂനകളിൽ നിന്നും പ്ലാസ്റ്റിക് വേർതിരിച്ചെടുക്കുകയും പിന്നെ ബാക്കി വരുന്ന അഴുകുന്ന മാലിന്യങ്ങളിൽ ഇനോക്കുലം ലായനി തളിച്ചുകൊണ്ട് സ്വാഭാവിക കമ്പോസ്റ്റിങ്ങിന് വിധേയമാക്കുകയും ചെയ്യുന്ന രീതിയാണ് നഗരസഭ അവലംബിച്ചിരിക്കുന്നത്. വീടുകളിലുള്ള മാലിന്യം വീടുകളിൽ തന്നെ സംസ്കരിക്കുന്നതിനൊരു സംവിധാനം ഭാവിയിൽ നമ്മൾ ഏർപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. വേർതിരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ക്ലീൻ കേരള കമ്പനിയുടെ സഹായത്തോടെ റീസൈക്ലിംഗിനായി അയക്കും. ബഹുജന ക്യാമ്പയിനിലൂടെ മാലിന്യം നീക്കം ചെയ്ത സ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്നും മേയർ വ്യക്തമാക്കി. ക്യാമ്പയിന്റെ ഭാഗമായി നഗരത്തിലെ 100 വാർഡുകളിലും കൌൺസിലർമാർ വൃക്ഷത്തൈ നട്ടു. ക്യാമ്പയിന് സമാപനമായെങ്കിലും കാലവർഷം ആരംഭിക്കാനിരിക്കെ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ വാർഡ് തലത്തിൽ തുടരുമെന്നും മേയർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് നടുറോട്ടിൽ വച്ച് കുത്തിക്കൊലപ്പെടുത്തിയ സുസ്മിതയുടെ പോസ്റ്റ്മോർട്ടം രാവിലെ 10 മണിയോടെ നടക്കും. ഇന്നലെയാണ് നേമം ഫാർമസി കോളേജിന് സമീപം അധ്യാപികയായ സുസ്മിതയെ ഭർത്താവ് കുമാർ കൊലപ്പെടുത്തിയത്. വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം നടന്നത്. ഭർത്താവുമായി 2 വർഷത്തോളമായി സുസ്മിത പിണങ്ങി കഴിയുകയായിരുന്നു. പ്രമുഖ നിർമ്മാതാക്കളായ അസറ്റ് ഹോംസിന്റെ ജാക്ക്പോട്ട് നറുക്കെടുപ്പ് കൊച്ചിയിൽ നടന്നു. രാജേഷ് പുളിക്കൽ, മിനി രാജേഷ് ദമ്പതികൾക്കാണ് ഫ്ളാറ്റ് ലഭിച്ചത്. അസറ്റ് ഹോംസ് അംബാസഡർ കൂടിയായ നടൻ പൃഥ്വിരാജ് ഭാഗ്യശാലികളെ പ്രഖ്യാപിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ ആർക്കിടെക്ചറും പരിസ്ഥിതി സ്നേഹിയുമായ യതിൻ പാണ്ഡ്യയുടെ പ്രഭാഷണവും അരങ്ങേറി. ചടങ്ങിൽ അസറ്റ് ഹോംസ് MD സുനിൽകുമാർ, ആർക്കിടെക്ട് ശങ്കർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു.